ജി സുധാകരൻ അദ്ദേഹമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലും പ്രധാന വാർത്താ ചാനലിലും ഒക്കെ തന്നെ ചർച്ചാ വിഷയം. ഇപ്പോഴത്തെ അദ്ദേഹം പ്രധാനമായും പല വിമർശനങ്ങളുമായി രംഗത്തെത്തുകയാണ്. പിണറായി വിജയൻ സഖാവുമായി അടുത്ത ബന്ധമില്ല എന്ന് വളരെ വ്യക്തമായ കാര്യം അദ്ദേഹം ഇപ്പോൾ തുറന്നടിച്ചിരിക്കുകയാണ്. VSന് പകരം ഇപ്പോൾ നിലവിൽ ആരുമില്ല എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ജി സുധാകരൻ. മാത്രമല്ല, ശോഭാ സുരേന്ദ്രന് മറുപടി കൊടുക്കാനും ജി സുധാകരൻ ഈ ഒരു ഘട്ടത്തിൽ മറന്നിട്ടില്ല എന്നതാണ് പറയാൻ ഉള്ളത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് CPMന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് തോറ്റു എന്ന് മണ്ഡലം അടിസ്ഥാനമാക്കിയുള്ള പഠനം പിണറായി വിജയൻ സർക്കാർ ആരംഭിച്ചു കഴിയുമ്പോഴാണ് ഇവിടെ ജി സുധാകരൻ തന്റെ വ്യക്തമായ കാര്യങ്ങൾ അതിൽ എന്തുകൊണ്ട് തോറ്റു എന്ന് വ്യക്തമായി തന്റെ അഭിപ്രായങ്ങൾ ഇവിടെ പറയുന്നത്. കനത്ത തിരിച്ചടിയാണ് CPMന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഒരു സീറ്റിൽ മാത്രമേ CPMന് ജയിക്കാനും കഴിഞ്ഞുള്ളൂ. ആലത്തൂർ ഒഴികെ എല്ലാ സീറ്റുകളിലും തോൽവി ഏറ്റുവാങ്ങി. ഇതോടെ CPMലെ മുൻനിര നേതാക്കൾ വരെ പാർട്ടിക്കെതിരെയും സംഘടനാ സംവിധാനത്തിനെതിരെയും പരസ്യമായ നിലപാടുമായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. പാർട്ടിക്കെതിരെ അതീവ ഗൗരവമായിട്ടുള്ള വെളിപ്പെടുത്തലുമായാണ് മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അമ്പലപ്പുഴ തെരഞ്ഞെടുപ്പിലെ അന്വേഷണ കമ്മീഷൻ മുതൽ പിണറായി വിജയനുമായുള്ള ബന്ധത്തിൽ തനിക്കുണ്ടായ മാറ്റം വരെ ജി സുധാകരൻ വെളിപ്പെടുത്തുകയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ഇപ്പോൾ ഏറെ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പിലെ തോൽവി പാർട്ടിയെ സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കുകയാണ് ഉണ്ടായത് എന്ന് മുതിർന്ന CPM നേതാവ് ജി സുധാകരൻ വ്യക്തമാക്കുകയാണ്. BJPയുടെ വളർച്ചയെ CPM ഗൗരവമായി കാണാത്തത് തിരിച്ചടിയായി എന്നും പ്രതിസന്ധി കാലത്തും ഭൂരിപക്ഷം നൽകിയ ഇടങ്ങളിൽ പാർട്ടി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് ഗൗരവമായി കാണേണ്ടതുണ്ടെന്നും അദ്ദേഹം പറയുന്നു. തൃശൂരിലെ വിജയം മൊത്തത്തിലുള്ള രാഷ്ട്രീയ മാറ്റത്തിന്റെ പ്രതിഫലനത്തിന്റെ സൂചനയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജനഹിതം പരിഗണിച്ച് വേണം സ്ഥാനാർത്ഥികളെ നിർത്താനെന്നും അതിൽ പ്രായപരിധി മാനദണ്ഡമാക്കരുത് എന്നും ജി സുധാകരൻ വ്യക്തമാക്കി. പിണറായി ബന്ധം പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സംസാരിക്കുന്ന ഒരു അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഇത്തരം വിമർശനങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. തനിക്ക് പിണറായിയുമായി പഴയ പോലെ മാനസിക അടുപ്പം ഒന്നും തന്നെ ഇല്ലെന്ന് പറഞ്ഞ ജി സുധാകരൻ VS അച്യുതാനന്ദന് അപ്പുറം അന്നും ഇന്നും തനിക്കൊരു നേതാവില്ല എന്നും ജി സുധാകരൻ പറയുകയാണ്. VS ആണ് എന്നെ നേതൃത്വത്തിലേക്ക് കണ്ടെത്തിയത്. തുടക്കത്തിൽ CH കണാരനായിരുന്നു. ഇവരൊക്കെയാണ് കൈപിടിച്ചുയർത്തിയത് എന്നും അവർ പഠിപ്പിച്ചതൊന്നും താൻ മറന്നു പോയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ആ കാലമല്ല ഇപ്പോഴെന്നും ജി സുധാകരൻ വ്യക്തമാക്കി. VS ആണ് എന്നെ നേതൃത്വത്തിലേക്ക് കണ്ടെത്തിയത്. തുടക്കത്തിൽ CH കണാരന്റെ വലം കൈയായിരുന്നു VS. 1969 നടന്ന SFI അഖിലേന്ത്യാ സമ്മേളനത്തിലാണ് ഞാൻ ആദ്യമായി VSനെ കാണുന്നത്. പിന്നീട് MLA ആയിരുന്ന ശേഷം അദ്ദേഹവുമായി അടുപ്പത്തിലായി. അടിയന്തരാവസ്ഥ കാലത്തെ ജയിൽവാസത്തിന് ശേഷം ആലപ്പുഴയിലെ VSന്റെ വീട്ടിലെത്തി കാണുമായിരുന്നു. സുധാകരൻ ഒരു ഫൈറ്റാണ്, കൊള്ളാം, ഞാൻ ചെറുപ്പക്കാരെ അടുപ്പിക്കാറില്ല എന്ന് അറിയാമല്ലോ എന്ന് എന്നോട് അന്ന് VS പറഞ്ഞിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം 1980 എന്നെ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവരുന്നത്. അതിനൊപ്പം തന്നെ കുട്ടനാട് താലൂക്ക് സെക്രട്ടറിയാക്കി. 3 വർഷം ഞാൻ അവിടെ നിന്ന് പ്രവർത്തിച്ചു. 1982 എന്റെ വിവാഹം നടത്തിയതും VS ആയിരുന്നു. താലിമാല എടുത്തു തന്നത് VS ആണ്. പാർട്ടി കല്യാണമായിരുന്നു എന്റേത്. VS എന്ന് പറയുന്നത് ആവേശമാണ്. എന്റെ രാഷ്ട്രീയ ഗുരുവാണ് VS എന്നാണ് സുധാകരൻ വ്യക്തമാക്കിയത്. അതായത് പിണറായി വിജയനോടുള്ള അകൽച്ചയും VSനോടുള്ള അടുപ്പവും വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹം. VS ഒരിക്കലും പാർട്ടി വിടുന്നതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നതേ ഇല്ല എന്നാണ് സുധാകരൻ പറയുന്നത്.